സുൽത്താനേറ്റിന്റെ ടൂറിസം മേഖലയ്ക്ക് കരുത്തു പകർന്ന ഒമാൻ കൈറ്റ് ഫെസ്റ്റിവലിന് തിരശ്ശീല വീണു. 10 ദിവസം നീണ്ടുനിന്ന മേളയിൽ വിവിധ വിഭാഗങ്ങളിലായി 90-ലധികം അത്ലറ്റുകളാണ് പങ്കെടുത്തത്. സുൽത്താനേറ്റിന്റെ ടൂറിസം മേഖലയ്ക്ക് പുതിയ ഊർജ്ജം സമ്മാനിച്ചാണ് ഈ വർഷത്തെ ഒമാൻ കൈറ്റ് ഫെസ്റ്റിവലിന് സൗത്ത് ഷർക്കിയ ഗവർണറിലെ സൂർ വിലായത്തിൽ തിരശ്ശീല വീണത്. ലോകമെമ്പാടുമുള്ള 90-ലധികം അത്ലറ്റുകൾ 10 ദിവസം നീണ്ടുന്ന മേളയിൽ വിവിധ വിഭാഗങ്ങളിലായി മാറ്റുരച്ചു. 4 ഘട്ടങ്ങളിലായി നടന്ന മൾട്ടി സ്റ്റേജ് ഡൗൺ വൈൻഡർ റേസിൽ ഐമാൻ അബ്ദുള്ള അൽ ഗഫ്രി കിരീടമണിഞ്ഞു. അൽ മുഖ്താർ അബ്ദുൽ കരീം അൽ മുജൈനി 2ാം സ്ഥാനവും ഈജിപ്ത് അത്ലറ്റ് അഹമ്മദ് മുഹമ്മദ് ജമാൽ 3ാം സ്ഥാനവും നേടി. സൂറിലെ വിലായത്തിൽ നടന്ന സ്ലാലോം റേസിൽ മാജിദ് അൽ ഗറൂസിക്കാണ് കിരീടം. സൗത്ത് ഷർക്കിയ ഗവർണർ ഷെയ്ഖ് ഡോക്ടർ യഹിയ ബദർ അൽ മവാലിയുടെ സാന്നിധ്യത്തിലായിരുന്നു സമാപന ചടങ്ങുകൾ. സാഹസിക ടൂറിസത്തെ പിന്തുണയ്ക്കുന്നതിനും ആഗോള കായിക ടൂറിസം ഭൂപടത്തിൽ ഒമാൻ സുൽത്താന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനും കൈറ്റ് ഫെസ്റ്റിവൽ ഒരു മുതൽക്കൂട്ട് തന്നെയാണെന്നും സംഘാടകർ അഭിപ്രായപ്പെട്ടു. ഒമാൻ ടൂറിസം ഡെവലപ്മെന്റ് കമ്പനി ഒമ്രാൻ ഗ്രൂപ്പാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. പാരിസ്ഥിതിക വൈവിധ്യം മുതൽ അനുകൂലമായ കാറ്റും കാലാവസ്ഥയും വരെയുള്ള രാജ്യത്തിന്റെ അനുയോജ്യമായ തീരദേശ സാഹചര്യങ്ങളും ഫെസ്റ്റിവലിനെ വേറിട്ടതാക്കി. മീഡിയ 1, മസ്കത്ത്.